ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് കോട്ടാമ്പറമ്പിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗിക്ക് ദാരുണാന്ത്യം. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ കെയർ ഫ്ലൈറ്റ് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി CN വിജയകൃഷ്ണൻ. പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും സർക്കാർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പാരിസ്ഥിതികം ചിത്ര പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോട്ടാമ്പറമ്പിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗിക്ക് ദാരുണാന്ത്യം. കൊടുവള്ളി പന്നൂർ നെരോത്ത് ഹൌസിൽ ജാനകിയാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. ശ്വാസസംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം നടന്നത്. ശക്തമായ മഴയുമുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ജാനകിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആംബുലൻസിൽ ജാനകിയുടെ മകളും ഭർത്താവും ആംബുലൻസ് ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ആംബുലൻസ് പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ ഫ്ലൈറ്റ് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ നൽകിയ നിവേദനത്തിൽ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ ഫ്ലൈറ്റ് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കുകയും മുഖ്യമന്ത്രി ഇതിൽ അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും സർക്കാർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പിൽ ഗവൺമെന്റ് റവന്യൂ വരുമാനം കുറയാതിരിക്കാനും ഗവൺമെന്റ് നിലനിർത്തുന്നതിന്റെ കാര്യത്തിലും 12 ശേഷം 14 കൊല്ലത്തിനിടയ്ക്കുണ്ടായ ഈ ഒരു ഉൾപ്പിന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കുക. 4000 കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCനെയും പ്രൈവറ്റ് ബസ്സിനെയും സംയുക്തമായി നയം. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ജനപക്ഷ തീരുമാനം എന്ന നിലയിൽ എതിർക്കുന്നില്ലെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിശദീകരിച്ചു. പക്ഷേ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം ഗണ്യമായി കുറയാൻ ഇത് കാരണമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 30,000 വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതെ അവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തിലെ ഒപ്പമുള്ള മറ്റുള്ളവരും സ്വാഭാവികമായും KSRTCയെ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാകുമെന്നും ആശങ്കപ്പെടുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പല പ്രശ്നങ്ങൾ വരാം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുറ്റ്യാടി കോഴിക്കോട്, കുന്നമംഗലം സിറ്റി, പാലക്കാട് കോഴിക്കോട്, മുക്കം കോഴിക്കോട്, ഈ റൂട്ടുകളാണ് KSRTC റൂട്ട്. കണ്ണൂർ കോഴിക്കോട് ഇപ്പം 140 നിയോജക മണ്ഡലത്തിൽ അറൗണ്ട് ഒരു 50-60 നിയോജക മണ്ഡലത്തിലുള്ളൂ KSRTC സർവീസ് നടത്തുള്ളൂ. മാക്സിമം ഒരു 60 നിയോജക മണ്ഡലത്തിൽ. മറ്റതൊക്കെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴും 1 മണിക്കൂർ ഒരു ഒറ്റ KSRTC ഉള്ളൂ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ, ജനറൽ സെക്രട്ടറി TK ബീരാൻ കോയ,
വൈസ് പ്രസിഡന്റ് ഇ റനീഷ്, ട്രഷറർ MS സാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ കുരുന്നു ഭാവനയിൽ വിരിഞ്ഞതിന്റെ നേർക്കാഴ്ചയായി കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ പാരിസ്ഥിതിക ചിത്ര പ്രദർശനം. പാരിസ്ഥിതികം പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾ വരച്ച പ്രകൃതി ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളുടെ പ്രദർശനത്തിനാണ് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായത്. പ്രദർശനം 5 ദിവസം നീണ്ടു നിൽക്കും. സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ അനുപമമായ ഭംഗിയും വിളിച്ചോതുന്ന ചിത്രങ്ങളോടൊപ്പം മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കയ്യേറ്റങ്ങളും കടന്നുകയറ്റങ്ങളെക്കുറിച്ചുമെല്ലാമുള്ള വരും തലമുറയുടെ ആദിയും ജലച്ചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി വിദ്യാർത്ഥികൾ വരച്ചുകാട്ടിയപ്പോൾ അത് വേറിട്ട കാഴ്ചകളിലൊന്നായി മാറി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായതും തിരഞ്ഞെടുത്തതുമായ 62 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 2 മാസം മുൻപ് നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 190ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇതിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് 62 ചിത്രങ്ങൾ. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും ഉറൂബിന്റെ മകനുമായ ഇ സുധാകരൻ നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PN ഉദയഭാനു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജൈവ കർഷക കൂട്ടായ്മ ചെയർമാൻ CP അബ്ദുറഹിമാൻ, ജിഷി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാരിസ്ഥിതികം പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, കൊല്ലറക്കൽ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 7 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം അഡ്വക്കേറ്റ് K ജയന്ത് MLA നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അബ്ദുൽ നാസർ നദ്വി രചിച്ച പടിയിറങ്ങിയ പാടിജീവിതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഹംസയിൽ നിന്നും മേരി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. ഉള്ളിൽ പൂക്കുന്ന വാക്ക്, ലക്നോ ടു കേരള എന്നിവയ്ക്ക് ശേഷം നദ്വിയുടെ 3ാമത്തെ പുസ്തകമാണ് വായന ബുക്സ് പ്രസിദ്ധീകരിച്ച പടിയിറങ്ങിയ പാടിജീവിതം. മേപ്പാടി പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പടിയിറങ്ങിയ പാടിജീവിതം എന്ന പുസ്തകം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഹംസ പ്രകാശനം ചെയ്തു. മേരി ടീച്ചർ ഏറ്റുവാങ്ങി. പടിയിറങ്ങിപ്പോയ പാടിജീവിതങ്ങളുടെ പശ്ചാത്തലത്തിൽ നദ്വി രചിച്ച പുസ്തകം ഏറെ സാമൂഹിക പ്രാധാന്യമുള്ളതാണെന്ന് T ഹംസ പറഞ്ഞു. കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പഴയ നന്മകൾ കൈമോശം വരാതെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാടിയിൽ ജീവിച്ച് വളർന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് വീട് വെച്ചൊക്കെ മാറിയത്. ആ കാര്യം, അന്നത്തെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്പാദിച്ചതാണ് പാടിജീവിതം. പട്ടിണിയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ എസ്റ്റേറ്റുകളിൽ ജോലി നോക്കി അവിടുത്തെ സാഹിത്യമാരോടും അതോടൊപ്പം തന്നെ ഇവിടെ മേസ്തിരിമാരോടൊക്കെ പടപെടുത്തി ജീവിച്ച ആളുകളാണ്. സൈതലവി എഞ്ചിനീയർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ,
മജീദ് പുളിക്കൽ, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഡോക്ടർ മുസ്തഫ ഫാറൂഖി, ഡോക്ടർ യൂസുഫ് നദ്വി, സുബ്രഹ്മണ്യൻ ചെമ്പോത്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. പരിസ്ഥിതി പയ്യോളി സംഘടിപ്പിച്ച ചക്ക ക്യാമ്പ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. ചക്കയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, വിവിധ ചക്ക വിഭവങ്ങളുടെ വിതരണം എന്നിവ ഉൾപ്പെടുത്തിയാണ് ചക്ക ക്യാമ്പ് നടന്നത്. ചക്കപ്പഴം, ചക്കപ്പുഴുക്ക്, ചക്ക വറുത്തത്, ചക്ക പൊരിച്ചത്, കുമ്പിളപ്പം, ചക്ക അട തുടങ്ങിയ വിഭവങ്ങൾ പങ്കെടുത്തവർക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് പരിസ്ഥിതി പയ്യോളിയുടെ നേതൃത്വത്തിൽ ചക്ക ക്യാമ്പ് നടന്നത്. പ്ലാവില ഉപയോഗിച്ചുള്ള ബാഡ്ജാണ് അതിഥികൾക്കും പങ്കെടുത്തവർക്കും നൽകിയത്. പരിപാടി മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഡി ഓൾഗ ഉദ്ഘാടനം ചെയ്തു. ചക്ക ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രധാനമായും ചക്കയെ തന്നെ ക്യാൻവാസ് ചെയ്തിട്ടാണ്, ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി നമ്മളിവിടെ ആ രീതിയിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അന്യം നിന്ന് പോകുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു വിഭവമായിട്ട് ചക്ക മാറിയിട്ടുണ്ട്. പരിസ്ഥിതി പയ്യോളി പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ NK ഇബ്രാഹിം പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ PK ഷൈന മുഖ്യാതിഥിയായി പങ്കെടുത്തു. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. കാറ്റിലൂടുഷ്ണം വമിക്കുന്നു കാടിന്റെ പാട്ടാലിൻ ശബ്ദമിന്നസ്തമിക്കേ ഭൂമിയൊക്കത്തിജ്വലിക്കുന്ന ഘോരമായി മാറിടുന്നു, മെല്ലെ മാറ്റിടുന്നു. പരിസ്ഥിതി പയ്യോളി സെക്രട്ടറി വിജയൻ പെരിങ്ങാട്, സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ, പുസ്തക പ്രസാധകൻ റസാഖ് കല്ലേരി, K ശശിധരൻ, സജീവൻ കുഞ്ഞോത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വിനോദ് പാലിക്കരയുടെ രണ്ടാമത് കഥാസമാഹാരം ബക്കർവാടി പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ P കണ്ണൻകുട്ടിയിൽ നിന്നും എഴുത്തുകാരൻ ഡോക്ടർ C ഗണേഷ് പുസ്തകം ഏറ്റുവാങ്ങി. പുതുപ്പരിയാരം സ്വദേശി വിനോദ് പാലിക്കരയുടെ രണ്ടാമത് കഥാസമാഹാരമായ ബാക്കർവാടി സാഹിത്യകാരൻ P കണ്ണൻകുട്ടി പ്രകാശനം ചെയ്തു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ C ഗണേഷ് പുസ്തകം ഏറ്റുവാങ്ങി. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും, സംഘർഷഭരിതമായ ജീവിതങ്ങളൊക്കെ ആയിരിക്കും നമ്മളതിൽ കാണുക. പക്ഷെ വിനോദിൻ്റെ ഒരു കഥയിലും അത്തരം സംഘർഷങ്ങളില്ല, നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥകളും അതിലില്ല. വളരെ പ്രസൻ്റായിട്ടുള്ള കുറച്ച് ജീവിതങ്ങൾ, അത് ഒരു പിന്നെ അതിൽ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന ഭാഷ, ഉപയോഗിക്കുന്ന വിഷയം എല്ലാം പിന്നെ ഭാഗമാക്കാണ് വളരെ മനോഹരമായിട്ട്, വളരെ സൗമ്യമായിട്ട്. അതായത് മനുഷ്യൻ്റെ പിന്നെ സൗമ്യ മാത്രം ആണ് ഈ കഥകളിൽ മുഴുവൻ കാണാൻ പറ്റിയത്. ഈ 12 കഥകളിലും എനിക്ക് തോന്നിയത് സൗമ്യത, പിന്നെ പ്രണയ നൈരാശ്യം, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നിലും ഒരാൾക്കും ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ പിന്നെ ജീവിതം മടുക്കുന്ന മടുപ്പിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ രാജേഷ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. നോവലിസ്റ്റ് PV സുകുമാരൻ, എഴുത്തുകാരി സുനിത സുകുമാരൻ, ഡോക്ടർ സുഗലത മനോജ്, കഥാകാരി ബീന കുന്നക്കാട്, എഴുത്തുകാരൻ മാധവൻ പയമ്പ്ര, നന്ദകുമാർ ചെറുകാട്ട്, ലതിക സുരേഷ്, നസീറ ബാനു, വിനോദ് പാലിക്കര, ശ്രുതി രാകേഷ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റും മുൻ മേയറുമായ TP ദാസന്റെ നിര്യാണത്തിൽ കോഴിക്കോട്ടെ കായിക സമൂഹം അനുശോചിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P. നിഖിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറുമായ TP ദാസന്റെ നിര്യാണത്തിൽ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലും കോഴിക്കോട്ടെ കായിക സമൂഹവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P. നിഖിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ് സ്വാഗതം പറയുകയും തുടർന്ന് വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. കേരള കായിക ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിപ്രഭാവമാണ് ശ്രീ ദാസേട്ടൻ. സാമൂഹിക, രാഷ്ട്രീയ, കലാരംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും അടിസ്ഥാനപരമായി ദാസേട്ടൻ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരുമ്പോഴും അദ്ദേഹം നല്ലൊരു കായിക താരമോ ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് കായിക അധ്യാപക കോഴ്സ് പൂർത്തിയാക്കി തളി സ്കൂളിൽ കായിക അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1973 ഐതിഹാസികമായ അധ്യാപക സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം ഭരിച്ചതിന്റെ ഭാഗമായി അധ്യാപക വൃത്തി ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ് ഉണ്ടായത്. മുൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് O. രാജഗോപാൽ, മൂസ ഹാജി, VM മോഹനൻ മാസ്റ്റർ, C. ശശിധരൻ മാസ്റ്റർ, മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രതിനിധി PT അഗസ്റ്റിൻ, കമാൽ വരദൂർ, K. ഷാജേഷ് കുമാർ, സനിൽ ശിവദാസ്, ദീപക് ധർമ്മടം, PMV പണിക്കർ, വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ TP ദാസനെ അനുസ്മരിച്ച് സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി R. ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നടന്ന ഉത്തര മലബാറിലെ ആദ്യ കടാവറിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. മസ്തിഷ്ക മരണം സംഭവിച്ച അർജുന്റെ വൃക്ക മുഴുപ്പിലങ്ങാട് സ്വദേശിക്ക് മാറ്റിവെച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ വൃക്കകളിലൊന്ന് സ്വീകർത്താവിലേക്ക് വിജയകരമായി മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒരു അതിസങ്കീർണ ജീവൻ രക്ഷാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ ആസ്റ്റർ മിംസ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കണ്ണൂർ മുഴുപ്പിലങ്ങാട് സ്വദേശിയായ 37-കാരനാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് വിട പറഞ്ഞ 22-കാരൻ അർജുന്റെ വൃക്കയിലൂടെ പുതുജീവിതം ലഭിച്ചത്. 5 മണിക്കൂർ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ആസ്റ്റർ മിംസിലെ മെഡിക്കൽ സംഘം ദൗത്യം പൂർത്തിയാക്കിയത്. യൂറോളജി വിഭാഗം സർജന്മാരായ ഡോക്ടർ അവിനാശ് TS, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ ഗോവിന്ദ് S, നെഫ്രോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ സാരംഗ് വിജയൻ, ഡോക്ടർ പ്രദീപ് VR, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ അനീഷ് ലക്ഷ്മണൻ, ഡോക്ടർ വന്ദന എന്നിവരടങ്ങുന്ന വിദഗ്ധ മെഡിക്കൽ സംഘമാണ് ഈ സങ്കീർണ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. അതേസമയം ഉത്തര മലബാറിലെ ആദ്യ കടാവറിക് ട്രാൻസ്പ്ലാന്റ് വിജയകരമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്റ്റർ മിംസ് കണ്ണൂർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾക്ക് അനുമോദനവും പുസ്തക വിതരണവും നടത്തി. കോർപ്പറേഷൻ 57-ാം വാർഡ് കൗൺസിലർ സ്മിത ഷൽജി ഉദ്ഘാടനം നിർവഹിച്ചു. പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും 120-ലധികം കുട്ടികൾക്കുള്ള പുസ്തക വിതരണവുമാണ് നടന്നത്. 57-ാം വാർഡ് കൗൺസിലർ സ്മിത ഷൽജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് പവർ ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വിന്നർ ആൻഡ് സ്ട്രോങ് വുമൺ ഓഫ് ദി ഇയർ സൈനബ, മഹാരാഷ്ട്രയിൽ നടന്ന 69-ാമത് നാഷണൽ സ്കൂൾ കബഡി അണ്ടർ-17 ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ഫാത്തിമ ഫെബ, 57-ാം വാർഡിലെ അംഗൻവാടി നമ്പർ 91-ൽ നിന്നും വിരമിച്ച റുഖിയ ടീച്ചർ എന്നിവരെയും വേദിയിൽ ആദരിച്ചു. ഞാനിവിടെ 12 വർഷമായിട്ട് ഈ ഏരിയയിൽ പോസ്റ്റ് വുമണായിട്ട് വർക്ക് ചെയ്യാണ്. 2014 ഡിസംബർ 8-നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാനം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയതിനേക്കാളും വലിയൊരു മഹത്തായ സമ്മാനമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ,
ക്ലബ്ബ് പ്രസിഡന്റ് സജീവൻ CA, സെക്രട്ടറി അനീഷ് P, കലാ സാംസ്കാരിക കമ്മിറ്റി കൺവീനർ രാഗേഷ് V, പന്നിയങ്കര സ്വാശ്രയ സമിതി ജോയിന്റ് കൺവീനർ ആനന്ദൻ P എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മാതൃദിനത്തിൽ ട്രൂത്ത് ഓഫ് മദേഴ്സ് കൂട്ടായ്മയുടെ അംഗീകാരം നേടി തിക്കോടി സ്വദേശിനി കുനിമേൽ രമ്യ സുധീർ. അംഗീകാരം വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകും. 14 ജില്ലകളിലായി 500-ലേറെ അമ്മമാരെ ഉൾപ്പെടുത്തി എറണാകുളം ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ബ്ലൂലി കേക്ക്സ് എന്ന പേരിൽ തുടങ്ങിയ ഹോം ബേക്കിംഗ് സംരംഭത്തിലൂടെ കഴിവ് തെളിയിക്കുകയും 16 വർഷത്തോളമായി ടീച്ചിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് രമ്യ. യോഗ ട്രെയിനറും കൂടിയാണ് രമ്യ സുധീർ. പൊതുസ്ഥലങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സമൂരിയൻസിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ബട്ട് റോഡിലുള്ള DTPC പാർക്കിൽ ഭിന്നശേഷിക്കാരുടെ ഉപയോഗത്തിനായി 2 വീൽചെയറുകൾ നൽകിയത്. ക്ലബ്ബ് പ്രസിഡന്റ് സോമസുന്ദരനിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ സരിത വീൽചെയർ ഏറ്റുവാങ്ങി. ചീഫ് കോർഡിനേറ്ററായ പ്രമീള മോഹൻകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ ശശീന്ദ്രൻ AK, P സജീവ് കുമാർ, ക്ലബ്ബ് ട്രഷറർ ജയരാജൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ സരിത നന്ദി പറഞ്ഞു. വെസ്റ്റ് ഹിൽ സ്നേഹാലയം അഗതി മന്ദിരത്തിലേക്ക് 6 വീൽചെയറുകൾ, വെള്ളിമാടുകുന്ന് മേഴ്സി ഹോം അഗതി മന്ദിരത്തിലേക്ക് 5 വീൽചെയറുകൾ എന്നിവയും ക്ലബിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോട്ടാമ്പറമ്പിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗിക്ക് ദാരുണാന്ത്യം. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ ഫ്ലൈറ്റ് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി CN വിജയകൃഷ്ണൻ. പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും സർക്കാർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പാരിസ്ഥിതികം ചിത്ര പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.